മിഷാല് ഒന്നും ചെയ്തിരുന്നില്ല. അതിനുശേഷം മിഷാലിനെ തെറാപ്പിക്ക് കൊണ്ടുപോയി. പിന്നെ മിഷാലിനെ BRCയിലും മറ്റ് ക്യാമ്പുകളിലൊക്കെ പങ്കെടുപ്പിച്ചു. അവന് അതിനുശേഷം കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ അവനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, SPS തണ്ണീർക്കൂട്. അവനിപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സംസാരിക്കാനൊക്കെ ക്ലിയറായി. പഠിക്കണം. BRCന്ന് ടാബ് കെട്ടിയതുകൊണ്ട് അത് നോക്കിയിട്ടാണ് പഠിക്കണം. BRCന്ന് സാറ് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും വരും, അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ടാബ് കിട്ടിയത് കൊണ്ട് കുട്ടിക്ക് പഠിക്കാനും നല്ലൊരു വാത്സല്യമുണ്ട്. അവനെല്ലാം അതിൽ തന്നെ ചെയ്യണതും നോക്കുന്നതൊക്കെ. അതുകൊണ്ട് +2 പരീക്ഷയും എഴുതാൻ പോവുകയാണ്. നവനീതേ നോക്ക്, ഇതൊക്കെ പൂവിൻ്റെ ഭാഗങ്ങളാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇതാരാണ് വരച്ചത്? ആരാണ് കളർ കൊടുത്തത്? ഇതെന്താണ്? ഇവിടെ വായിച്ചു നോക്കിയേ പറയുമല്ലോ നവനീതിന്. കേസരപുടം. ഇതെന്താണ്? ഒന്ന് വായിച്ചു നോക്കിയത്. മുന്നേ പറഞ്ഞ ശരിയായിരുന്നു. എന്തായിരുന്നു അത്? പൂഞ്ഞെട്ട്. ഇത് എന്തിന്റെ ചിത്രാണ്? എന്ത് പൂവാണിത്? ചെമ്പരത്തി പൂവല്ലേ? ഭംഗിയുണ്ട് കേട്ടോ കളർ കൊടുത്തത്. ടീച്ചർക്ക് ഒന്നേ ഇതില് ദളം കാണിച്ചു തന്നെ. ദളം ഏതാന്ന് കാണിച്ചു തന്നെ. ഏതാ ദളം? അതെന്താണത്? ദളം. ഇതെന്താണ്? കേസരപുടം. ഉണ്ണിമായ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു മയിൽപ്പീലി ഉണ്ണിമായയുടെ ജനലിലൂടെ പറന്നെത്തി. അവൾക്ക് സാധാ ക്ലാസ്സിനേക്കാളും ഇഷ്ടം ഫോണിൽ കാണുന്നതും ഏറ്റവും ഇഷ്ടം. TV കാണണമെന്നും അവൾക്ക് വേഗം മനസ്സിലാവില്ല. ഫോണിലാണെങ്കിൽ അവൾക്ക് വേഗം മനസ്സിലാവുള്ളൂ. പിന്നെയും ഇങ്ങനെ വെച്ച് കാണും. പിന്നെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞാൻ എഴുതി കൊടുക്കാറാണ് അവൾക്ക്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അവൾ കാണാറുണ്ട്.